ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു പ്രതികാര കഥ. 1972 മ്യൂണിക് ഒളിമ്പിക്സ് വേദിയിൽ വെച്ച് തങ്ങളുടെ 11 കായിക താരങ്ങളെ കൊലപ്പെടുത്തിയ ഭീകരരോട് ഇസ്രായേൽ എങ്ങനെയാണ് പകരം വീട്ടിയത്? വെറുമൊരു കൊലപാതകമായിരുന്നില്ല അത്. ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി ഒളിച്ചാലും നിങ്ങളെ ഞങ്ങൾ തേടിപ്പിടിക്കുമെന്ന ഇസ്രായേലിൻ്റെ താക്കീതായിരുന്നു അത്. ആ രഹസ്യ ദൗത്യത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ വ്രാത്ത് ഓഫ് ഗോഡ്. 1972 സെപ്റ്റംബർ 5 ലോകം ഒളിമ്പിക്സിന്റെ ലഹരിയിലായിരുന്ന സമയം. ജർമ്മനിയിലെ മ്യൂണിക്കിൽ വെച്ച് ബ്ലാക്ക് സെപ്റ്റംബർ എന്ന ഭീകര സംഘടന 11 ഇസ്രായേലി താരങ്ങളെ ബന്ദികളാക്കി. മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ നടന്ന രക്ഷാദൗത്യം പരാജയപ്പെടുകയും 11 താരങ്ങളും ക്രൂരമായി കൊല്ലപ്പെടുകയും ചെയ്തു. ഈ വാർത്ത ഇസ്രായേലിനെ ഞെട്ടിച്ചു, അതിലുപരി അവരെ പ്രകോപിപ്പിച്ചു. ഇസ്രായേൽ പ്രധാനമന്ത്രി ഗോൾഡ മേയർ ഒരു രഹസ്യ സമിതി രൂപീകരിച്ചു. മ്യൂണിക്ക് കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തരെയും വധിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. മൊസാദിലെ ഏറ്റവും മികച്ച ഏജന്റുമാർ പല ടീമുകളായി തിരിഞ്ഞ് യൂറോപ്പിലുടനീളം ലക്ഷ്യമിട്ട ആളെ കൊല്ലുന്നതിന് 1 മണിക്കൂർ മുമ്പ് അയാളുടെ വീട്ടിലേക്ക് ഒരു പൂച്ചെണ്ടും ഒരു കാർഡും എത്തും. അതിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാകും: റിമെമ്പർ, we do not forget and we do not forgive. ഓർക്കുക, ഞങ്ങൾ മറക്കില്ല, ഞങ്ങൾ പൊറുക്കില്ല. കൊല്ലപ്പെട്ട 11 താരങ്ങളുടെ ഓർമ്മയ്ക്കായി മിക്കവാറും 11 വെടിയുണ്ടകളാണ് മൊസാദ് ഏജന്റുമാർ ഉപയോഗിച്ചിരുന്നത്. മൊസാദ് ഓരോരുത്തരെയായി തീർത്തുകൊണ്ടിരുന്നു. റോമിൽ വെച്ച് വെയിൽസ് വൈറ്റർ 11 വെടിയുണ്ടകൾ ഉപയോഗിച്ച് ഇയാൾ കൊല്ലപ്പെട്ടു. പാരീസിലെ മഹ്മൂദ് ഹംഷാരി ഫോണിനുള്ളിൽ ബോംബ് വെച്ചാണ് ഇയാളെ വധിച്ചത്. ഫോൺ എടുത്ത് ഹലോ എന്ന് പറഞ്ഞ നിമിഷം ബോംബ് പൊട്ടിത്തെറിച്ചു. ബെയ്റൂട്ട് ഓപ്പറേഷൻ. ലബനനിലെ ബെയ്റൂട്ടിൽ വെച്ച് വേഷം മാറിയെത്തിയ കമാൻഡോകൾ ശത്രുക്കളുടെ കേന്ദ്രം തന്നെ തകർത്തു. ഭാഗം 5. പാളിയ നീക്കവും സലാമയുടെ അന്ത്യവും. ദ ക്ലൈമാക്സ്. എല്ലായ്പ്പോഴും മൊസാദിന് വിജയിക്കാൻ കഴിഞ്ഞില്ല. നോർവേയിലെ ലിലിഹാമറിൽ വെച്ച് അലി ഹസൻ സലാമയാണെന്ന് തെറ്റിദ്ധരിച്ച് അഹമ്മദ് ബുഷിക്കി എന്ന നിരപരാധിയെ അവർ കൊന്നു. ഇത് ഇസ്രായേലിനെ ലോകത്തിനു മുന്നിൽ നാണം കെടുത്തി. പക്ഷേ മൊസാദ് പിന്മാറിയില്ല. ഒടുവിൽ 1979 ബെയ്റൂട്ടിൽ വെച്ച് ഒരു കാർ ബോംബ് സ്ഫോടനത്തിലൂടെ മ്യൂണിക് കൂട്ടക്കൊലയുടെ ബുദ്ധികേന്ദ്രമായ അലി ഹസൻ സലാമയെ അവർ വകവരുത്തി. ഏകദേശം 20 വർഷത്തോളം നീണ്ടുനിന്ന ഈ ദൗത്യം ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതികാര ദൗത്യമായി അറിയപ്പെടുന്നു. രാജ്യത്തിനു വേണ്ടി ജീവൻ നൽകിയവർക്ക് ഇസ്രായേൽ നൽകിയ ഏറ്റവും വലിയ ആദരാഞ്ജലിയായിരുന്നു ഈ ഓപ്പറേഷൻ. മൊസാദ് എന്ന പേര് ലോകത്തിലെ ഭീകര സംഘടനകൾക്ക് പേടി സ്വപ്നമായി മാറിയത് ഈ ദൗത്യത്തോടെയാണ്.